പാതിരാത്രി സമയം ചെന്നായുടെ ശബ്ദം കേട്ട് വിധവയായ ചമേലിയാട് കണ്ണു തുറക്കുന്നു. ബെല്ലു, നീ എവിടെയാ? ചമേലിയാട് പേടിച്ച് വീടിന് പുറത്തു വന്നു. പിള്ളേരെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. നിങ്ങൾ എവിടെയാ ഇത്? ബെല്ലു, എവിടെയാ നീ? പാതിരാത്രിയിൽ ചമേലിയുടെ ശബ്ദം കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന്. ഞാൻ പറയുന്നത് ആരും കേൾക്കൂലല്ലോ. പാതിരാത്രി ഞാൻ ഇനി എവിടെ പോയി തപ്പോ അവരെ? കാട്ടുമൃഗങ്ങളെ പേടിച്ച് കാട്ടിലൂടെ ചമേലി പിള്ളാരെ തപ്പിയിറങ്ങി. പിള്ളാരെ കണ്ടെത്താനായില്ല. അങ്ങനെ നടന്ന് നടന്ന് രാവിലെയായി. പിള്ളേരെ അന്വേഷിച്ച് നേരം വെളുത്തു. എന്റെ പിള്ളേർ എവിടെയാണോ എന്തോ. ചമേലി അവളുടെ പിള്ളാരെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ കുറെ മൃഗങ്ങൾ വരുന്നു. മാനെ, നീ എന്റെ പിള്ളേരെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ലല്ലോ. എന്തു പറ്റി? അറിയില്ല, രാത്രി തൊട്ടെന്റെ പിള്ളേരെ കാണാനില്ല. ചമേലി, നിങ്ങൾക്കറിയോ, ഇന്നത്തെ കാലത്ത് അപകടകരമായ മൃഗങ്ങളൊക്കെ കാട്ടിലേക്ക് വരാറുണ്ട്. നിരപരാധികളായ മൃഗങ്ങളായിരിക്കും അവരുടെ ആദ്യത്തെ ഇരകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ആ മൃഗങ്ങളാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയല്ലേ ചേട്ടാ. എന്നോ നിങ്ങൾ തന്നെ പറ, എന്തുകൊണ്ടാ കുട്ടികൾ രാത്രിയായിട്ടും വീട്ടിലേക്ക് വരാതിരുന്നത്? ദൈവാനുഗ്രഹിച്ച് എന്റെ പിള്ളേർക്കൊരു ആപത്തും വരാതിരിക്കട്ടെ. ചമേലിയാട് പിള്ളാരുടെ പേര് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. പിള്ളാരെ തപ്പി തപ്പി ഒരു നദിയുടെ അടുത്തേക്ക് അവൾ എത്തും. അവിടെ ഒരു ആടിന്റെ കൂടെ അവളുടെ പിള്ളാരെ അവൾ കാണുന്നു. ബെല്ലു, അമ്മ ഇവിടെ? രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? ഇന്നലെ കാട്ടിലൂടെ ഒരു പ്രാന്തിയെ പോലെ തപ്പി നടക്കുമായിരുന്നു ഞാൻ. സത്യത്തിൽ അത് അവരുടെ തെറ്റല്ല. ഇന്നലെ രണ്ടുപേരും എന്റെ മകൻ പിന്തുവിന്റെ കൂടെ കളിക്കാൻ വന്നതാ. പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഇവരെ തിരിച്ചയക്കാതിരുന്നത്. അതെ അമ്മേ, അങ്കിളിന്റെ മോൻ പിന്തു എന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഇന്നലെ അവന്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്കറിയാമോ ഇന്നലെ രാത്രി ഞാൻ എന്ത് ടെൻഷൻ അടിച്ചെന്ന്? അമ്മേ, അങ്കിൾ ഞങ്ങളെ വീട്ടിലേക്ക് വിടാൻ വേണ്ടി വന്നതാണ്. ശരി, ഇനി മുതൽ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. ഓക്കെ? ശരി അമ്മേ. പിള്ളേരെ കണ്ടെത്തി കഴിയുമ്പോൾ ചമേലിക്ക് ആശ്വാസം കിട്ടും. അവൾ ഗുലാബിനോട് നന്ദി പറയും. എന്റെ പിള്ളേരെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതിൽ നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്റെ കടമയല്ലേ. പക്ഷേ വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ഇത്രയും അപകടാവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ ഭർത്താവ് എവിടെയാണെന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? അദ്ദേഹം ഇപ്പൊ ഈ ലോകത്തില്ല. ക്ഷമിക്കണം, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ചമേലി വിഷമം ഉള്ളിൽ തന്നെ അടക്കി പിടിച്ചു പറഞ്ഞു. വരൂ പിള്ളേരെ. എല്ലാരും പോവുകയായിരുന്നു. ഗുലാബാട് അപ്പൊ പറയും, ഒന്ന് ചോദിച്ചോട്ടെ? കുട്ടികൾക്ക് വേണമെങ്കിൽ ദിവസവും ഇവിടെ വന്ന് കളിച്ചോട്ടെ. ഞാൻ അവരെ എന്റെ മകനെ പോലെ നോക്കിക്കോളാം. ഉറപ്പായിട്ടും. അങ്ങനെ ചമേലിയുടെ പിള്ളേര് ഗുലാബാടിന്റെ മകനുമായി കളിക്കാൻ എന്നും നദിയുടെ അടുത്ത് വരുമായിരുന്നു. എല്ലാ പ്രാവശ്യം പിള്ളേരുടെ കൂടെ ചമേലിയാടും അങ്ങോട്ടേക്ക് വരുമായിരുന്നു. ചമേലിയാടും ഗുലാബാടും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ചമേലിയാടിനോട് ഗുലാബ് പറയും, ചമേലി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ഞാൻ നല്ലൊരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തോട്ടെ? ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തിനാ ഇത് എന്നോട് ചോദിക്കുന്നേ? സത്യത്തിൽ ഞാനും ഒറ്റയ്ക്കാണ്. എന്റെ ഭാര്യയും ചെന്നായ്ക്കളുടെ ഇരയായി. ആണോ? ഞാൻ പിന്തുവിന് വേണ്ടി ഒരു നല്ല അമ്മയെ തിരയുകയായിരുന്നു. സമ്മതമാണെങ്കിൽ നമുക്ക് പരസ്പരം താങ്ങും തണലും ആവാമല്ലോ. എന്റെ ബല്ലുവിന്റെ അച്ഛൻ വിട്ടുപോയതിനു ശേഷം ഞാനും ആഗ്രഹിക്കുന്നു എന്റെ പിള്ളേർക്ക് അച്ഛന്റെ സ്നേഹം കിട്ടണമെന്ന്. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്റെ പിള്ളേരുടെ അച്ഛനാക്കാനായിട്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് ചമേലിയാട് ഒന്നും മിണ്ടിയില്ല. എന്തുപറ്റി ചമേലി? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ് ഇല്ല, എനിക്ക് ആലോചിക്കാൻ സമയം വേണം. ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ചമേലിയാട് മക്കളെയും കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് പോകും. ഗുലാബ് എന്ത് നല്ല മനുഷ്യനാ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഞങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന്. ചമേലി രാത്രി മുഴുവനും ഗുലാബിനെ ആലോചിച്ച് കിടക്കും. അടുത്ത ദിവസം ഗുലാബിനെ കാണാൻ പോകും. ഗുലാബ് ജി, എന്റെ പിള്ളേര് നിങ്ങളെ പപ്പാന്ന് വിളിച്ചോട്ടെ?
ഇത് കേട്ട് ഗുലാബിന് സന്തോഷമായി. അങ്ങനെ അവര് കല്യാണം കഴിക്കും. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് താമസിക്കും. അങ്ങനെ ചമേലിയും പിള്ളേരും ഗുലാബിന്റെ കൂടെ താമസിക്കും. ചമേലിയുടെ പിള്ളേര് ഗുലാബിനെ പപ്പാന്ന് വിളിക്കും. ഗുലാബിന്റെ മോൻ ചമേലിനെ അമ്മ എന്ന് വിളിക്കും. അങ്ങനെ കുറെ മാസങ്ങൾ നീണ്ടുപോകും. ഒരു ദിവസം എല്ലാരും വീടിന് പുറത്തു നിൽക്കുകയായിരുന്നു. ഖുഷിമോൾ അപ്പ പറയും, എനിക്ക് വിശക്കണ്, എന്തെങ്കിലും കഴിക്കണ്ടാ? അതെ അമ്മേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എനിക്കും എന്തെങ്കിലും തരൂ അമ്മേ. മോളെ, സമയം രാത്രിയാകുന്നു. ഈ സമയത്ത് പുറത്തു പോകുന്നത് സുരക്ഷിതമല്ല. അല്ല ചമേലി, രാത്രി മുഴുവൻ കുട്ടികൾ വിശന്നിരിക്കാൻ പറ്റുമോ? കുട്ടികളെ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. പക്ഷേ ഈ സമയത്ത് പുറത്തു പോകുന്നത് സുരക്ഷിതമല്ല. ഒന്നും സംഭവിക്കില്ല. കുട്ടികൾ വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിള്ളേരോടുള്ള സ്നേഹം കണ്ടിട്ട് ചമേലിക്ക് സന്തോഷമായി. നിങ്ങൾ പെട്ടെന്ന് വരണം കേട്ടോ. ശരി മാഡം, ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ വരാം. അങ്ങനെ ഗുലാബ് ആഹാരം തപ്പി പുറത്തേക്ക് പോകും. വല്ല വന്യമൃഗങ്ങളും വരും. അതിനു മുൻപേ പെട്ടെന്ന് തന്നെ ചീര പറിച്ചെടുക്കാം. അങ്ങനെ ഗുലാബ് പെട്ടെന്ന് തന്നെ മരത്തിന്ന് ഇല പറിക്കുന്നു. അവിടെ ചെടികളുടെ ഇടയ്ക്കായിട്ട് ഒരു ഭീകരനായ സിംഹം നിൽക്കുന്നു. കുറെ ദിവസമായ ഒരു ആടിനെ കഴിച്ചിട്ട് ഇന്ന് ഇവന്റെ ഇറച്ചി കഴിച്ചാൽ നല്ല രസമായിരിക്കും. ഒരു നിമിഷം കൊണ്ട് ദുഷ്ടനായ സിംഹം ഗുലാബിനെ കൊന്നുകളഞ്ഞു. ഇതെല്ലാം സുരേലിമാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഈ ആടിന്റെ കല്യാണം ഈ അടുത്തല്ലേ കഴിഞ്ഞത്? മാൻ ചമേലിയുടെ അടുത്തേക്ക് വരും. ചമേലി, പറയുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം നീ രണ്ടാമതും വിധവയായിരിക്കുന്നു. എന്ത്? അതെ, നിന്റെ ഭർത്താവിനെ ഷേർസിംഗ് കൊന്നു. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാ ഇപ്പോ വരുന്നത്. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഗുലാബ് മരിച്ചിട്ടില്ല. വിഷമിക്കാതിരിക്കൂ ചമേലി. ഇനി ഞാൻ ജീവിച്ചിട്ട് എന്തിനാ? ഈ വൃത്തികെട്ട ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട. നീ നിന്റെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം. ആദ്യം നിനക്ക് 2 കുട്ടികളായിരുന്നു, ഇപ്പൊ 3 കുട്ടികളുണ്ട്. ഈ 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ജീവിച്ചിരിക്കണം ചമേലി. അച്ഛന്റെ മരണ വാർത്ത കേട്ട് ചമേലിയും 3 പിള്ളേരും കരയാൻ തുടങ്ങും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം പുല്ല് തിന്നുകൊണ്ട് ചമേലി ആലോചിക്കുകയായിരുന്നു. ഈ പുല്ല് നല്ലതാ. ഞാൻ എന്റെ വയറ് നിറയ്ക്കാം ആദ്യം, എന്നിട്ട് എന്റെ പിള്ളേർക്ക് വേണ്ടി പുല്ല് ഇവിടുന്ന് കൊണ്ടുപോകാം. അങ്ങനെ ചമേലി തോളത്ത് 3 കെട്ട് പുല്ലും കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ചമേലി 3 പിള്ളേർക്കും വേണ്ടി പുല്ല് കൊണ്ടുപോവുകയായിരുന്നു. വഴിയിൽ ഒരു കെട്ടുപുല്ല് താഴെ വീണുപോകും. ചമേലി അത് ശ്രദ്ധിച്ചതുമില്ല. വീട്ടിലെത്തിയ ഉടനെ 3 പേർക്കും പുല്ല് കൊടുക്കും. ഇന്നാ ഖുഷി, നിനക്ക് വേണ്ടി. ഇത് നിനക്കാണ് ബല്ലു. 2 പിള്ളേർക്ക് പുല്ല് കൊടുത്തപ്പോഴാണ് അവൾ അറിഞ്ഞത് ഒരു കെട്ട് പുല്ല് വഴിയിൽ വീണുപോയതെന്ന്. അയ്യോ, 3ാമത്തെ കെട്ട് എവിടെ പോയി? പിന്റു മോനെ, നിനക്കുള്ള പുല്ല് വഴിയിൽ വീണു പോയല്ലോ. ചമേലി പറഞ്ഞത് സത്യമായിരുന്നു. എന്നാൽ പിന്റുവിന് സത്യമാണെന്ന് തോന്നിയില്ല. രണ്ടാനമ്മ എപ്പോഴും രണ്ടാനമ്മയായിരിക്കും. നിങ്ങൾ മനഃപൂർവ്വം എന്നെ പട്ടിണിക്കിടുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. പിന്റുവിന്റെ മനസ്സില് ചമേലിയെ കുറിച്ച് തെറ്റിദ്ധാരണയായി. ഒരു ദിവസം ബല്ലുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചമേലി. അപ്പൊ പിന്റു പറയും, അമ്മേ, എന്നെയും കൂടി കുളിപ്പിക്കാവോ? ആ മോനെ, ബല്ലുവിനെ കുളിപ്പിച്ചിട്ട് നിന്നെ കുളിപ്പിക്കാം. കുറച്ചേരം കഴിയുമ്പോൾ ചമേലി ബല്ലുവിനെ കുളിപ്പിച്ചു കഴിയും. പിന്റുവിനെ കുളിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഭോല കുരങ്ങൻ അവിടെ എത്തും. ചമേലി, വേഗം വരുമോ? നിങ്ങളുടെ സുഹൃത്ത് മാനിന്റെ ആരോഗ്യം വളരെ മോശമാണ്. ചമേലി പിന്റു മോനെ കുളിപ്പിക്കാൻ പോവുകയായിരുന്നു. പക്ഷെ കൂട്ടുകാരി മാന് വയ്യാതെ അറിഞ്ഞപ്പോ പറഞ്ഞു, മോനെ, എനിക്ക് പോയേ പറ്റൂ. പക്ഷെ നിങ്ങൾ എന്നെ ബല്ലുവിന് ശേഷം കുളിപ്പിക്കാമെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞിരുന്നു. ഇപ്പൊ നിന്നെ കുളിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് മാനിന്റെ അടുത്ത് പോണം. ചമേലിയാട് ഭോല കുരങ്ങന്റെ കൂടെ കൂട്ടുകാരിയായ മാന്റെ അടുത്തേക്ക് പോകാൻ പോകും.
ഇത് കണ്ട് പിന്റുവിന് ചമേലിക്കെതിരെ കൂടുതൽ വൈരാഗ്യമായി. രണ്ടാനമ്മ എപ്പോഴും രണ്ടാനമ്മയായിരിക്കും. അവരവരുടെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അവർ രണ്ടാമതായിട്ട് കാണുന്നുള്ളൂ. തെറ്റിദ്ധാരണ കാരണം പിന്റുവിന്റെ മനസ്സിലേക്ക് ചമേലിക്കെതിരായിട്ട് തെറ്റിദ്ധാരണകളായി. അവൻ ആലോചിക്കും, അമ്മയുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ ഞാൻ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നേ മതിയാവൂ. പിന്റു ബല്ലൂനെ ഖുഷിനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കും. ഏയ് ബല്ലു, വരൂ, ഇന്ന് നമുക്ക് ആ കിണറിന്റെ അടുത്തേക്ക് കളിക്കാൻ പോവാം. ആ പോവാം, നല്ല രസമായിരിക്കും. പക്ഷെ അമ്മയോട് ചോദിക്കാതെ നമ്മൾ എങ്ങനെയാ ഇവിടുന്ന് പോണത്? അമ്മ ഇവിടെ എത്തുന്നതിന് മുമ്പേ നമുക്ക് തിരിച്ചു വന്നാലോ? അപ്പൊ അമ്മ ഈ കാര്യം അറിയില്ലല്ലോ. അതെ, നമുക്കിത് ആരോടും പറയണ്ട. വരൂ. രണ്ടുപേരെ കൊല്ലാനായിട്ടുള്ള പ്ലാനും കൊണ്ട് പിന്റു രണ്ടുപേരെയും കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കിണറിന്റെ അകത്തേക്ക് നോക്കി പറയും, കൊള്ളാമല്ലോ, ദേ നോക്ക്, കിണറ്റിൽ ഞാൻ എന്നെ തന്നെ കാണുന്നു. ഖുഷിയും ബല്ലും അവരുടെ പ്രതിബിംബം കിണറിൽ കാണും. ആ കൊള്ളാലോ, കണ്ടില്ലേ, നമ്മളെല്ലാവരെയും കിണറ്റിൽ കാണുന്നുണ്ട്. രണ്ടു പിള്ളേരും കിണറിന്റെ അകത്തേക്ക് നോക്കുമായിരുന്നു. അപ്പൊ പതുക്കെ പിന്റു രണ്ടുപേരെ കിണറിലേക്ക് തള്ളിയിടും. ഖുഷിയും ബല്ലുവും വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോകും. ഇനി അമ്മ എന്നെ സ്നേഹിച്ചോളും. പിന്റു അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടും. വഴിയിൽ ചമേലിയെ കണ്ടുമുട്ടും. പിന്റു, നീ എന്താ ഇവിടെ വന്നത്? അപ്പൊ വീട്ടിലാരാ? ബുദ്ധിമാനായ പിന്റു ഡ്രാമ ഇറക്കും. അമ്മേ അമ്മേ, പല്ലുച്ചേട്ടൻ ഞങ്ങൾ കളിക്കുന്നതിന്റെ ഇടയില് കുന്നിന്റെ താഴ്വരയിലേക്ക് പോയി. അവിടെ വെച്ച് എന്തു പറ്റി അവിടെ? അവിടെ വെച്ചൊരു സിംഹം അവരെ രണ്ടുപേരെയും കൊന്നു. ഇല്ല. പിന്റു പറഞ്ഞത് കേട്ട് ചമേലി ആകപ്പാടെ തകർന്നു പോയിരുന്നു. അമ്മേ, ഞാനില്ലേ, അമ്മ വിഷമിക്കാതിരിക്കേ. ഹാ മോനെ, എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ വയസ്സാം കാലത്ത് നീ എനിക്കുണ്ടാകുമെന്ന്. രണ്ടാനമ്മേ, ഇനി നിങ്ങൾ എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കും. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും ആ ദുഷ്ടനായ സിംഹം അവിടെ വരും. മുമ്പിൽ സിംഹത്തിനെ കണ്ട് ആട് മോനോട് പറയും, മോനെ, ഇവനെ ഞാൻ നോക്കിക്കോളാം. നീ ജീവനം കൊണ്ട് ഓടിക്കോ. ഇത് കേട്ട് സിംഹം പറയും, നോക്കുവാടേ, എനിക്കിപ്പോൾ ഒട്ടും വിശപ്പില്ല. ഞാൻ നിങ്ങളിൽ ഒരാളെ മാത്രം കൊന്നു തിന്നാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ എവിടെ നിന്ന് ഓടിയാൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടി വരും. പിന്നെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊല്ലേണ്ടി വരും. ശരി ഷേർ സിംഗ്, എന്റെ മോനെ വിട്ടേക്കൂ. എന്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് പിന്റു ഞെട്ടിപ്പോകും. പിന്റു, ഓട് മോനെ, ഓട്. അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ ജീവൻ പോലും കളയാൻ തയ്യാറാണല്ലേ? ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ, പോ, പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. രണ്ടാനമ്മ അവനെ രക്ഷപ്പെടുത്തുന്നു. അത് കണ്ട് അവൻ ചെയ്ത തെറ്റ് മനസ്സിലാകുന്നു. അമ്മേ, ഞാനല്ല, അമ്മയുടെ ജീവൻ രക്ഷിക്കേ. ഇല്ല മോനെ, ഞാൻ പറയുന്നത് കേക്കൂ. നീ പോകൂ. ഇല്ല അമ്മേ, ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിച്ചാൽ മതി. കാരണം ഞാനൊരു കുറ്റവാളിയാണ് അമ്മേ. നീ എന്താ അങ്ങനെ പറയുന്നത് മോനെ? അമ്മേ, ഞാൻ അമ്മയുടെ രണ്ടു മക്കളെയും കിണറ്റിലേക്ക് തള്ളി വിട്ട് കൊന്നു അമ്മേ. എന്നെ മരിക്കാൻ അനുവദിക്കൂ അമ്മേ, ഞാൻ പാപിയാണ്. മോനെ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാനൊരു തെറ്റിദ്ധാരണയിൽ ചെയ്തതാണമ്മേ. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന്. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ അമ്മയുടെ രണ്ടു മക്കളെയും കൊന്നു കളഞ്ഞമ്മേ. ഇത് കേട്ട് ചമേലിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മോനെ, നീ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് നിന്റെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നീ മരിച്ചാൽ പിന്നെ ഞാൻ അമ്മയാണെന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? രണ്ടാനമ്മയുടെ സ്നേഹം കണ്ട് പിന്റു കുറ്റബോധത്താൽ വിഷമിച്ചു. അമ്മേ,
അമ്മയ്ക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? പോ മോനെ, പോ, ഇവിടുന്ന് ഓടിപ്പോ, പോ. ഷേർ സിംഗ് ഇവർ രണ്ടുപേരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവൻ പറയും, നീ ആ ആടാണല്ലേ കുറച്ചു ദിവസം മുമ്പേ മാത്രം കല്യാണം കഴിഞ്ഞ? അതെ നിന്റെ ഭർത്താവിന്റെ പേര് ഗുലാബ് എന്നാണല്ലേ? അതെ. അവനെ കൊന്നത് ഞാനാണ്. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ കൊല്ലില്ല. ഞങ്ങൾക്ക് സ്നേഹത്തെയും വാത്സല്യത്തെയും കുറിച്ച് എന്തറിയാം? പക്ഷേ ഇന്നൊരമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരമ്മയുടെ സ്നേഹം എന്താണെന്നുള്ളത്. പോകൂ, ഇന്ന് ഞാൻ വിശന്നിരുന്നോളാം. അങ്ങനെ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകും. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. മോനെ, അമ്മയാണ്. അതിപ്പോ സ്വന്തം അമ്മയായാലും രണ്ടാനമ്മയായാലും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അമ്മേ, എനിക്കൊരു ഉപകാരം കൂടി ചെയ്യുമോ? പറയ് മോനെ. അടുത്ത ജന്മത്തിൽ എനിക്ക് അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണം. ദൈവമേ, എന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലൂ. കൂട്ടുകാരെ, അമ്മ എപ്പോഴും അമ്മ തന്നെയാ. സ്വന്തം അമ്മയായാലും രണ്ടാനമ്മയായാലും അച്ഛനെയും അമ്മേനെയും എന്നും ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.